നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹക്സിൻ്റെ NLP സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലേണിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ പല ലേണിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് ന്യൂറോളജിക്കൽ ലെവൽസിനെ കുറിച്ചാണ്. ന്യൂറോളജിക്കൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീവ്യൂഹ വിജ്ഞാനീയ തലങ്ങൾ. കൂടുതൽ ശുദ്ധ മലയാളം വേണ്ട എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഇതുപോലുള്ള സിമ്പിൾ ടേംസിനൊന്നും ഞാൻ കൂടുതൽ സിമ്പിൾ മലയാളം പോകുന്നില്ല. നമുക്കറിയാവുന്ന ടേംസ് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ടേംസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇത് ഓരോരോ ടോപ്പിക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. അത് പിന്നെ ഇതിന് കൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ ന്യൂറോളജിക്കൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു മോഡലാണ്. ഇത് നമ്മുടെ തിങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇത് ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നത് റോബർട്ട് ഡിൽസണും പിന്നെ ഗ്രിഗറി ബാറ്റ്സൺ. ഇങ്ങനെ ഈ ഗ്രിഗറി ബാറ്റ്സൺ ആണ് എൻ്റെ വിശ്വാസം. ഗ്രിഗറി ബേറ്റ്സണും റോബർട്ട് ഡിൽസൺ പറഞ്ഞ രണ്ടുപേരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലേണിങ്ങിനെ കൂടുതൽ മനസ്സിലാക്കാനും NLPയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുമായിട്ടൊരു ടെക്നോളജിയാണിത്, ഒരു ലെവലാണിത്. ഇതിൽ നമുക്ക് കൂടുതലായി ഇതിൻ്റെ പ്രത്യേകത പറയും, നമുക്ക് കൂടുതലായിട്ട് എഫേർട്ട് നമ്മുടെ ഫുൾ എഫേർട്ടുകളിട്ട് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് കൺസിസ്റ്റൻസി ഇവിടെ കീപ്പ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. നമുക്കല്ലാതെ തന്നെയുള്ള കുറച്ച് ഹൈറാർക്കിയല്ല കുറച്ച് റിലേറ്റഡ് ലെവൽസിനെയാണ് നമ്മൾ ന്യൂറോളജിക്കൽ ലെവൽസ് എന്ന് പറയുന്നത്. ന്യൂറോളജിക്കൽ ലെവൽസ് എന്ന് പറയുന്നത് NLPയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, 6 ന്യൂറോളജിക്കൽ ലെവൽസാണ് ഉള്ളത്. അതെന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാകും. നമ്മളതെങ്ങനെ സ്വാധീനിക്കുന്നു, ഈ ന്യൂറോളജിക്കൽ ലെവൽസ് ലേണിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു ഔട്ട്കം, ഈ ലെവൽസ് വെച്ച് നമുക്കൊരു ഔട്ട്കം നമുക്ക് എങ്ങനെ ഫ്രൂട്ട്ഫുള്ളി നമുക്കൊരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് പറയുന്നത് വെയർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ, വെൻ ഫാക്ടർ എപ്പോൾ, ഈ 2 കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ അത് ചില സ്പെസിഫിക് സർക്കംസ്റ്റൻസസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക ആൾക്കാരുള്ളപ്പോൾ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആയിരിക്കും നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഴയ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിരിക്കും സക്സസ്ഫുൾ ആകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആകുന്നു. ആ ഫാക്ടറിനെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ദ വാട്ട് ഫാക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ബിഹേവിയറാണ് നമ്മൾ ചെയ്യുന്നത്. NLP ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് മാത്രമല്ല നമ്മുടെ ആക്ഷനും ബിഹേവിയറിൽ പെടും. ഈ ബിഹേവിയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഫ്രൈഡേ വീഡിയോസിൽ മെൻ്റൽ വെൽനസ് ആൻഡ് ഹെൽത്ത്നെസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബിഹേവിയർ എങ്ങനെയാണ്, ഹാബിറ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബിഹേവിയർ. മൂന്നാമത്തെ ഫാക്ടർ കേപ്പബിലിറ്റി പറയുന്നത് ഹൗ അല്ലെങ്കിൽ എങ്ങനെ. കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലുകളെയാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിഹേവിയർ കൺസിസ്റ്റൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്ത് വരും. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അത് എന്താ പറയുക, തിങ്കിങ് സ്ട്രാറ്റജീസ് അതിൻ്റെ അകത്ത് വരും. ഫിസിക്കൽ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ആക്ഷൻസും എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ കേപ്പബിലിറ്റിയിൽ പറയുന്നത്. കേപ്പബിലിറ്റി നമ്മളുടെ റിസൾട്ടിലാണ് വ്യക്തമാകുന്നത്. കാരണം കേപ്പബിലിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തിനൊക്കെ പ്രാപ്തരാണെന്നുള്ളത് നമ്മൾ റിസൾട്ട് ഉണ്ടായി കഴിയുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഹൗ ഫാക്ടർ അല്ലെങ്കിൽ എങ്ങനെ. നാലാമത്തെ പറയുന്നത് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത് വൈ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്. ഈ ബിലീഫ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ പ്രിൻസിപ്പിളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രിൻസിപ്പിളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്. ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നു അതാണ് ബിലീഫ് എന്ന്. ശരിക്ക് അത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ബിലീഫ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ തവണയും പ്രവർത്തിക്കണം എന്നില്ല. വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ഒരു ബിലീഫായി മാറുകയുള്ളൂ. ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കി. ബിലീഫ് എന്ന് പറഞ്ഞാൽ വാട്ട്, വാല്യൂ എന്ന് പറഞ്ഞാൽ വൈ. നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ആരും കണ്ടില്ലെങ്കിലും നമ്മൾ നന്നായിട്ടൊരു ദാനകർമ്മം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ആരും കാണാത്തപ്പോൾ നമ്മൾ നമ്മുടെ ഇൻറ്റഗ്രിറ്റി നോക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ വാല്യൂ.
വൈ ഫാക്ടർ, വാല്യൂ ആണ് അവിടെ വരുന്നത്. ഈ ബിലീഫും വാല്യൂ ആണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പെർമിഷൻ തരുന്നത്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോഹിബിഷൻസ് തരുന്നത്. നമുക്ക് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യണമെന്നും പറയുന്നത് ഈ ബിലീഫും വാല്യൂസുമാണ് നമ്മളെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അഞ്ചാമത്തെ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി പറയുന്നത് ഹൂ, അതായത് ആര്, നമ്മുടെ അവനവൻ എന്നുള്ള ആ സെൻസിനെയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബിലീഫുകൾ, അതാണ് നമ്മളാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള മിഷൻ എന്താണെന്നുള്ളത് നോക്കുന്നത് ഈ ഐഡൻറ്റിറ്റിയാണ്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റി വളർന്നു വരുന്നത് നമ്മുടെ ലൈഫ് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് വളർന്നു വരുന്നത്. അത് ബാക്കിയുള്ള എല്ലാ ലെവൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഓരോ ലെവൽസും നമുക്ക് പലയിടത്തായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിപ്പുണ്ട്. അത് നമുക്ക് നോക്കാൻ വഴിയേ. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹൂ ഫാക്ടറാണ്, അത്ര മനസ്സിലാക്കുക. ഇനി ആറാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബിയോണ്ട് ഐഡൻറ്റിറ്റി. ഈ ബിയോണ്ട് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റിക്ക് അപ്പുറം എന്താണുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് കണക്ഷൻസ് ആണ്, അതായത് ബന്ധങ്ങളാണ്. നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ എത്തിക്സ്, നമ്മുടെ റിലീജിയൻ, സ്പിരിച്വാലിറ്റി മുതലായ എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു 6th പാർട്ട് എന്ന് പറയുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം. അത് നമുക്ക് ഐഡൻറ്റിറ്റിയുടെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ 6 ന്യൂറോളജിക്കൽ ലെവൽസ് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 6 ന്യൂറോളജിക്കൽ ലെവൽസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണുക. ഇത് നമ്മൾ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അതൊന്ന് NLP ടേംസിൽ പറഞ്ഞെന്നുള്ളൂ. കൺഫ്യൂസ്ഡ് ആയെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഏത് ഫാക്ടറാണ്, ഇപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കണക്ഷൻ, ബന്ധം ഫാക്ടർ, അങ്ങനെ പറയുന്ന പോലെ ഏത് ഫാക്ടറാണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്നുകൂടെ. എന്നിട്ട് ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ന്യൂറോളജിക്കൽ ലെവൽസ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഹൈറാർക്കി അല്ല. അത് എല്ലാ ലെവൽസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ന്യൂറോളജിക്കൽ ലെവൽസ് ഇനി നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഈ ന്യൂറോളജിക്കൽ ലെവൽസ് വെച്ച് നമുക്ക് നമ്മുടെ ഔട്ട്കം സെറ്റ് ചെയ്യാം. നമുക്കൊരു നല്ല ഡിസൈഡ് ഔട്ട്കം വേണമെങ്കിൽ ഈ ന്യൂറോളജിക്കൽ ലെവൽസിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. നമുക്ക് ഏത് എൻവയോൺമെൻറ്റിലാണ് നമുക്ക് ഓപ്റ്റിമം റിസൾട്ട്സ് കിട്ടുന്നത്. എൻവയോൺമെൻറ്റിൻ്റെ ഡെഫിനിഷൻസ് നോക്കുക, അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ്, ഏത് പ്ലേസിലാണ്, ഏത് ടൈമിലാണ് എനിക്ക് ഒപ്റ്റിമം റിസൾട്ട്സ് കിട്ടുന്നത്. ഞാൻ രാവിലെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് സെഡിമെൻറ്റ് ചെയ്ത് ഉറക്കം വരുന്നത്. ആ എൻവയോൺമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പേഷ്യൻസിനോട് പ്രവർത്തിക്കേണ്ടത്. ഞാൻ ഈ പ്രായമായ പേഷ്യൻസിനോട് ഞാൻ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്. കുട്ടികളോട് ഞാൻ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്. ഏതൊക്കെ സ്കിൽസാണ് എനിക്ക് വേണ്ടത്. ഞാൻ എൻ്റെ ഗോൾസ് പറയുന്നത് ഒരു പ്ലാന്റ് എഞ്ചിനീയർ ആകണമെന്നാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ആർക്കിടെക്റ്റ് ആണെന്നാണ്. എനിക്ക് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത് അതവിടെ വരുന്നു. എന്തൊക്കെ ആറ്റിറ്റ്യൂഡ്സ്, എന്തൊക്കെ ബിലീഫ്സുമാണ് ഞാൻ സ്വായത്തമാക്കേണ്ടത്. ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് മുഴുവൻ കുറച്ചാൽ ഞാൻ മെലിയും. എൻ്റെ ബിലീഫാണ്. ആ ബിലീഫ് ഞാൻ സ്വായത്തമാക്കണം. അതോ ഗുഡ് കാർബോഹൈഡ്രേറ്റ്സ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണോ ഞാൻ കൂടുതൽ കഴിക്കേണ്ടത്. ഞാൻ കാർഡിയോ ആണ് കൂടുതൽ ചെയ്യേണ്ടത്. ഞാൻ വെയ്റ്റ് ട്രെയിനിങ് ആണ് കൂടുതൽ ചെയ്യേണ്ടത്. ഏത് ബിലീഫാണ് ഞാൻ കൊണ്ടുവരേണ്ടത്. എനിക്ക് ഫിറ്റാകാൻ ഏത് ബിലീഫാണ് ഞാൻ കൊണ്ടുവരേണ്ടത്. ഏതൊരു പേഴ്സണാണ് എനിക്ക് ആകേണ്ടത്. എമ്പതി ഒരുപാടുള്ള പേഴ്സൺ ആകണോ, അതോ നല്ല ആറ്റിറ്റ്യൂഡുള്ള പേഴ്സൺ ആകണോ. എൻ്റെ എൻവയോൺമെൻറ്റ് ഏതാണ്, ഞാൻ എങ്ങനെയായിരിക്കും സ്യൂട്ടാകേണ്ടത്. എല്ലായിടത്തും ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരാളാണോ ആകേണ്ടത്. അതോ വേണ്ട സ്ഥലത്ത് ഗൗരവത്തിലും വേണ്ട സ്ഥലത്ത് സാധാരണ നിൽക്കുന്ന ആളാണോ ആകേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ ലെവൽസും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സാരാംശം മനസ്സിലാക്കിയായിരിക്കും. ഞാൻ ദീർഘിക്കുന്നില്ല വീഡിയോ. എല്ലാ വീഡിയോസും നമുക്ക് മൈക്രോ വീഡിയോസാണ്. ഓക്കെ, ഇനി അപ്പം ഏകദേശം ഫണ്ടമെൻറ്റൽസൊക്കെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പതുക്കെ നമ്മൾ NLP ടെക്നിക്സും പഠിച്ചു തുടങ്ങും. അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വരുന്ന എല്ലാ വീഡിയോസും കാണുക. നമുക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ്സും ഒരുപാട് സീരീസും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു നഗറ്റ്സുമായിട്ട് വരും. ടിൽ ദെൻ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.